രാവിലെ 6:30 ഈ സംഭവം നടക്കുന്നത്. ഈ ടാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കടുവ പിടിച്ചുകൊണ്ടു പോകുന്നത്. ഒപ്പമുള്ളയാൾ പെട്ടെന്ന് ഇയാൾ അപ്രത്യക്ഷമായപ്പോൾ സംശയം തോന്നി ഒപ്പമുണ്ടായിരുന്നയാളാണ് നാട്ടുകാരോട് വിവരം പറയുന്നത്. ഉടൻ തന്നെ പോലീസിലും വനം വകുപ്പിലും വിവരം അറിയിച്ചു. അവരെത്തി ഉടൻ തന്നെ പരിശോധന ആരംഭിച്ചു. ഈ സ്ഥലത്ത് നിന്ന്, ഈ തോട്ടത്തിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ മാറി പുഴയോരത്തോട് ചേർന്ന് നിൽക്കുന്ന വനാതിർത്തിയാണ്. അവിടെയാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ പോലീസും എല്ലാം ഈ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ ഈ ഭാഗത്തേക്ക് യാത്രാ സൗകര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹം താഴേക്ക് കൊണ്ടുവരാൻ വൈകിയിരുന്നു. ഇപ്പോൾ കാളികാവ് ടൗണിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ അവിടെ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ DFOയെ തടഞ്ഞായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഈ കടുവയെ പിടികൂടണമെന്നാണ് ആവശ്യം. അത് ഉറപ്പ് നൽകുകയും അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡു 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം. അതിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ഉടൻ കൈമാറുമെന്നും DFO ഉറപ്പ് നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം മാറ്റും. ഈ മൃതദേഹം മാറ്റാൻ അയക്കാതെ ആളുകൾ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ പോലീസുമായി ഒക്കെ MLA സാന്നിധ്യത്തിൽ സംസാരിച്ച് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടുണ്ട്. ഉടൻ തന്നെ ഇതിന് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് വളരെ നാളുകളായി ഈ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാർ പരാതി പറയുന്നുണ്ടായിരുന്നു. 2 മാസം മുൻപ് തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ വനം വകുപ്പിന് കൈമാറിയിരുന്നു. വളർത്തു പട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും വനം വകുപ്പ് ഇക്കാര്യത്തിൽ നിരീക്ഷണമെല്ലാം തുടർന്നു വരുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. വനം വകുപ്പിന് വലിയ സ്ഥിരമായി വന്യജീവികൾ ഇറങ്ങുന്ന സ്ഥലമാണോ ഇത്? അതിനു വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നോ എന്നതുകൂടി അറിയണം. തീർച്ചയായും നിലമ്പൂർ വനമേഖലയുടെ കിഴക്കൻ ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ പതിവായി വന്യജീവി ശല്യങ്ങൾ ഉള്ള സ്ഥലമാണ്. ഈ മലയോര മേഖലയാണ്. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ റബ്ബർ തോട്ടവും ഈ പ്രദേശങ്ങളും എല്ലാം തന്നെ. അതുകൊണ്ട് നാട്ടുകാർ നേരത്തെ തന്നെ പരാതിയുമായി ഉണ്ട്. വനം വകുപ്പ് ഈ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പരിശോധനയൊക്കെ നേരത്തെ നടത്തിയതാണ്. അതോടൊപ്പം തന്നെ ആളുകളോട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. പക്ഷേ പലരും ഒക്കെ ഉപേക്ഷിച്ച് ഈ പ്രദേശത്ത് നിന്നും മടങ്ങുന്ന സാഹചര്യമുണ്ട്. ആളുകൾ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം വരെ ഈ പ്രദേശത്തുണ്ട്. വനം വകുപ്പിന് വീഴ്ചയുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. തുടർന്നാണ് DFOയെ തടഞ്ഞത്. DFO പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ പുലിയെ പിടികൂടുന്നതിനായി പ്രത്യേക സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനായുള്ള മറ്റു നടപടികളും എല്ലാം വനം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഈ പുലി ഇതിൽ സംസ്ഥാനം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി, ഇത് കാലങ്ങളായി ഈ വിധത്തിൽ വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് വനം നിയമം, പഴയ വനം നിയമം ഭേദഗതി വരുത്തണമെന്ന ആവശ്യം കാലങ്ങളായി ഉന്നയിക്കപ്പെടുന്നതാണ്. പക്ഷെ അതിൽ മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാട് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേന്ദ്ര സർക്കാർ തുടർന്നു വരികയുമാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നതും ആളുകൾക്ക് ഇങ്ങനെ ജീവൻ നഷ്ടമാകേണ്ടി വരുന്നതും എന്നതുകൂടി ഒരു വസ്തുതയാണ് എന്നത് ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നു. ഈ അവിടെ ഇനിയും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല. കാരണം ഈ പുലിയെ വളരെ വേഗം പിടിക്കുക എന്നുള്ളത് ആവശ്യമാണല്ലോ. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് എങ്ങനെയൊക്കെ കടന്നിട്ടുണ്ട് വനം വകുപ്പ്? വനം വകുപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കടുവയെ പിടികൂടുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതിനുള്ള നടപടികളാണ് തുടങ്ങിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ഇത് പുലിയാണോ അതോ കടുവയാണോ എന്നൊക്കെ വനം വകുപ്പിന് സംശയമുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇത് കടുവയാണ് എന്നൊരു സ്ഥിരീകരണത്തിലാണ് വനം വകുപ്പ് ഉള്ളത്. ഈ പ്രദേശത്ത് ഇത്തരം ആളുകൾ പറഞ്ഞിരുന്നത് പുലിയാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും വനം വകുപ്പിന് ആവശ്യമുണ്ടായിരുന്നു. ഇതിന്റെ മറ്റു ഈ ആക്രമണ സ്വഭാവമെല്ലാം പരിശോധിച്ച കടുവയാണ് എന്ന് ഇപ്പോൾ വനം വകുപ്പ് പറയുന്നത്. ഈ മേഖലയിൽ വന്യജീവികളുടെ ശല്യം വളരെ രൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ട്. നാട്ടുകാർ പക്ഷേ ഈ വനം നിയമങ്ങളിലൊക്കെ മറ്റു കാര്യമൊന്നുമല്ല, ഈ ആളുകൾ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി തന്നെയാണ് പ്രതിഷേധിക്കുന്നത്. കൂട്ടത്തോടെ ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സാഹചര്യം, ഉപേക്ഷിക്കപ്പെട്ട തൊഴിൽ എടുക്കാൻ, അതായത് റബ്ബർ ടാപ്പിങ്ങിന് ആളെ കിട്ടാതെ ഉപേക്ഷിക്കപ്പെട്ട റബ്ബർ തോട്ടങ്ങൾ വരെയുണ്ട്. അത്തരത്തിലൊരു തോട്ടം കൂടിയായിരുന്നു ഇത്. ഇപ്പോൾ ഇവർ തൊട്ടടുത്ത പഞ്ചായത്തിലുള്ളവരാണ്. കല്ലാമൂല സ്വദേശികളായ 2 പേർ ചേർന്ന് സ്ലോട്ടർ എടുത്ത് ഇവിടെ ടാപ്പിംഗ് നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്.
വലിയ പ്രതിഷേധം അതുകൊണ്ട് തന്നെ ഉണ്ട്. ഈ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ അവിടെ. അതെ സ്വാലിഹ്, അങ്ങനെ തന്നെയാണ്. സ്വാലിഹ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ ജീവനും ഉപാധികളെ ബാധിക്കുന്ന വിധത്തിൽ പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ വൈകാരികമായി പ്രതികരിക്കുക എന്നത് വളരെ സ്വാഭാവികമായ സംഗതിയാണ്. ആ മനുഷ്യരുടെ വൈകാരികമായ ഇടപെടലിനെ അങ്ങനെ തന്നെ വേണം അതിനെ മനസ്സിലാക്കാൻ എന്നതുമാണ്. എന്തായാലും വനം വകുപ്പ് ഇതിൽ തുടർ നീക്കം എന്ത് നടത്താനാണ് സാധ്യത? DFOയ്ക്കെതിരെ ആരോപണം വരുന്നു. DFOയ്ക്കെതിരെ ഈ വിധത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി DFOയുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡു ഇന്ന് തന്നെ കൈമാറും, അതല്ലെങ്കിൽ നാളെ രാവിലെ കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 5 ലക്ഷം രൂപയാണ് നൽകുക. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണമെന്ന ഒരു ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉടൻ എടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനായി MLAയും ഉൾപ്പെടെയുള്ളവർ വനം മന്ത്രിയുമായും മറ്റും സംസാരിക്കുമെന്ന് നാട്ടുകാരോട്, ജില്ലാ കളക്ടറുമായും ഒക്കെ സംസാരിക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് പ്രതിഷേധം അല്പം ശമിച്ചത്. ഈ കുടുംബത്തെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സാഹചര്യം ഇനി ഉണ്ടാവരുത് എന്ന് തന്നെയാണ്. അതിനുള്ള നടപടികൾ വനം വകുപ്പ് എടുക്കും. അതിന് പ്രാഥമികമായി ചെയ്യേണ്ടത് ഈ ഉപദ്രവകാരിയായ കടുവയെ പിടികൂടുക എന്ന് തന്നെയാണ്. അതിനുള്ള നടപടികൾ കൂടി വനം വകുപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതെ സ്വാലിഹ്, മനസ്സിലാവുന്നത് നഗരത്തിലേക്ക് ഈ പ്രതിഷേധം അവസാനിക്കാതെ, അതായത് കൃത്യമായ ഒരു നടപടി ഉടൻ ഉണ്ടാകാതെ മൃതദേഹം മാറ്റാൻ അവർ അനുവദിക്കും എന്ന് തോന്നുന്നില്ല. ഒപ്പം വനംവകുപ്പിന്റെ ഇനിയുള്ള നടപടികളാണ്. വളരെ പെട്ടെന്ന് ഒരു ഇടപെടൽ ഉണ്ടാകേണ്ട ആവശ്യവുമുണ്ട്. അതിനുശേഷം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ കടക്കാൻ കഴിയൂ. തീർച്ചയായും ഈ സംഭവം നടന്ന സ്ഥലത്ത് തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. അവരോട് കാര്യങ്ങളെല്ലാം ഈ ഉദ്യോഗസ്ഥർ സംസാരിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഈ കാളികാവ് ടൗണിൽ ആംബുലൻസിലേക്ക് മൃതദേഹം എത്തിച്ച് ആംബുലൻസിലേക്ക് കയറ്റുന്നതിനിടെ വീണ്ടും പ്രതിഷേധം തുടങ്ങുകയായിരുന്നു. അവിടെ വെച്ചാണ് DFOയെ തടഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ നഷ്ടപരിഹാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം ഈ നിലവിൽ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ട സാഹചര്യം ഈ കടുവയെ പിടികൂടുക എന്ന് തന്നെയാണ്. നാട്ടുകാരുടെ ഭീതി ഒഴിവാക്കുക എന്ന് തന്നെയാണ്. അതിനുള്ള നടപടികൾ കൂടി വനം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സ്ഥലത്ത് ഇപ്പോഴുമുണ്ട്. ഇതിനായി ഈ കടുവയ്ക്കായുള്ള തെരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ദൂരേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ അളവിൽ ഏറെ നാളായി ഈ കടുവയുടെ ആക്രമണവും ഭീതിയും എല്ലാം ഉണ്ടായിട്ടുണ്ട്. 3 വളർത്തു നായ്ക്കളെ കഴിഞ്ഞ മാസങ്ങളിൽ ഇത് പിടികൂടിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് വനം വകുപ്പിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അന്ന് ഇത് പിടികൂടാതിരുന്നതാണ്, അതല്ലെങ്കിൽ ഇതിന് കൂട് സ്ഥാപിക്കാനോ മറ്റു നടപടികൾ എടുക്കാനോ തയ്യാറാവാതിരുന്നതാണ് ഈ ദുരന്തമുണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് വലിയ ഒരു പ്രതിഷേധം ഈ ഭാഗത്ത് ഇപ്പോഴും തുടരുന്നത്.